ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച തിയറീസ് ഓഫ് ലേണിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് പറഞ്ഞു, അതായത് ദർ ആർ നമ്പർ ഓഫ് തിയറീസ് so far ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. There are number of theories of learnings are so far developed. These theories can be grouped into 3 categories. They are condition theory, cognitive theory and social learning theory. ഇതിലെ condition theory and cognitive theory we learned. അപ്പോൾ ഈ കണ്ടീഷൻ തിയറി എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ, ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് പറയാം. കണ്ടീഷൻ തിയറി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ലേണിംഗ് അസോസിയേഷൻ വഴിയാണ്. അതിൽ 2 തിയറി വരുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, കണ്ടീഷൻ 2 മെയിൻ തിയറീസ് ആണ്. ഒന്ന് ക്ലാസിക്കൽ കണ്ടീഷനും ഓപ്പൺ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനും അസോസിയേഷനാണ് ഡോഗിൽ നമ്മളെ ഇവാൻ പാവ്ലോ, റഷ്യൻ സൈക്കോളജിസ്റ്റ്, നോബൽ പ്രൈസ് വിന്നർ കണ്ടക്ട് ചെയ്തിട്ട് ഡോഗിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത എക്സ്പെരിമെൻ്റാണ് കണ്ടീഷൻ തിയറിയിൽ ക്ലാസിക്കൽ കണ്ടീഷനിൽ വരുന്നത്. ദെൻ ഓപ്പൺ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പണിഷ്മെൻറ്റ് എന്താണ് നമ്മൾ ആക്ടിവിറ്റിയുടെ കോൺസിക്വൻസിനനുസരിച്ചിട്ട് ആ ആക്ടിവിറ്റി റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയോ ചെയ്യും. എനിക്ക് തോന്നലല്ല, കറക്റ്റ് തന്നെയായിരിക്കും. നമ്മളിപ്പോൾ ഒരു കുട്ടിയെ അടിക്കുന്നത് എന്തുകൊണ്ടാണ്? അടിക്കുന്നത് ഒരു പണിഷ്മെൻറ്റാണ്. പണിഷ്മെൻറ്റ് കൊടുക്കുന്നതിൻ്റെ ബേസ് റീസൺ എന്താ? ഹി നെവർ റിപ്പീറ്റ് സെയിം അഗെയിൻ. അപ്പോൾ ഈ പണിഷ്മെൻറ്റ് കൊടുത്താൽ റിസൾട്ട് ഉണ്ടാവുന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ അതിൽ ക്ലാസിക്കൽ കണ്ടീഷൻ പറയണത്. ഈ കോഗ്നിറ്റീവ് തിയറി ഓഫ് ലേണിങ്ങിൽ പറയുന്നത് എന്താണ്? നമ്മളിങ്ങനെ കണ്ടീഷനിങ് ഒന്നല്ല, നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്യും ഒരു കാര്യം അതായത് ലേണർ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഇൻ മെമ്മറിയിലെ ആ ലേണർ ഫോം എ കോഗ്നിറ്റീവ് സ്ട്രക്ചർ ഇൻ ദയർ മെമ്മറി. ആ ഇൻഫോർമേഷൻസ് പ്രിസർവ് ചെയ്യും. അപ്പോൾ ആ ലേണിംഗ് സ്റ്റേഷനിലുള്ള കാര്യമുള്ള സിറ്റുവേഷൻസ് മാറും. അതായത് റാറ്റിൽ ചെയ്തെന്ന് പറഞ്ഞില്ല, അതായത് നമ്മൾ ടീ ഷേപ്പിൽ റാറ്റിൻ്റെ ഒരു ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു സൈഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യുമ്പോഴും അത് റൈറ്റിക്ക് പോകാതെ തന്നെ കറക്റ്റ് എവിടെയാണ് ഫുഡ് അവിടേക്ക് പോയി. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് നമ്മൾ കോഗ്നിറ്റീവ് മാപ്പാണ്. അത് ഫുഡ് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമ്മൾ ലേണിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ പഴയ കാര്യം പോലെ തന്നെ ചെയ്യണം. പിന്നെ അടുത്ത തിയറിയാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ലേണിംഗ് തിയറി പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? ആൽബർട്ട് ബണ്ടൂര. അതായത് ഈ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ സ്ട്രെസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ എബിലിറ്റി ടു ലേൺ. ഒരു ഇൻഡിവിജ്വൽ, അതായത് സ്ട്രെസ് അപ്പോർട്ട് എബിലിറ്റി ഓഫ് ഇൻഡിവിജ്വൽ ടു ലേൺ ബൈ ഒബ്സർവിങ് മോഡൽ പാരൻസോ ടീച്ചേഴ്സോ പിയേഴ്സോ മോഷൻ പിക്ചേഴ്സോ TV ആർട്ടിസ്റ്റോ ബോസോ അതേഴ്സ്. അതായത് മെനി പാറ്റേൺ ഓഫ് ബിഹേവിയർ ആർ ലേൺഡ് ബൈ വാച്ചിങ് ദി ബിഹേവിയർ ഓഫ് അതേഴ്സ് ആൻഡ് ഒബ്സർവിങ് ഇറ്റ്സ് കോൺസിക്വൻസ് ഫോർ ദം. നമ്മളൊരു കാര്യം പഠിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവിങ് അതേഴ്സും അതിനുണ്ടാവുന്ന കോൺസിക്വൻസ്. എനിക്ക് അറിയാം, ഒരു കോട്ട് തന്നെ ഉണ്ട്. അതായത് ഒരു ഇഡിയറ്റ്, അതായത് അല്ലെങ്കിൽ ഒരു ആവറേജ് മാൻ ലേൺ ഫ്രം ദെയർ ഓൺ മിസ്റ്റേക്ക്. എന്തെങ്കിലും മിസ്റ്റേക്ക് അവരുടെ മിസ്റ്റേക്ക് നിന്ന് പഠിക്കും. ഒരു വൈസ് മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേൺ ഫ്രം അതേഴ്സ് മിസ്റ്റേക്ക്. അതേഴ്സ് എന്നാണ് മനസ്സിലാക്കുക. ആ മിസ്റ്റേക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അത് മറ്റുള്ളൊരു മിസ്റ്റേക്ക് ഒബ്സർവ് ചെയ്ത് അവർക്ക് അങ്ങനെ ഉണ്ടായല്ലേ. സോ ഐ ലേൺ ദാറ്റ് തിങ്, ഇറ്റ് വിൽ നെവർ ഹാപ്പൻ ടു മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഈ വൈസ് മാൻ ലേൺ ചെയ്യും. ഇഡിയറ്റ് നെവർ ലേൺസ്. അപ്പോൾ ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആൽബർട്ട് ബണ്ടൂരയാണ്. ബേസിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ലേണിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതായത് ബിഹേവിയർ മറ്റുള്ളവരെ കണ്ടിട്ടാണ് ലേണിങ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ തിയറിയെ നമ്മൾ ബിഹേവിയർ ഒബ്സർവേഷൻ ലേണിംഗ് മോഡലിംഗ് എന്നോ പറയാം. ഓക്കെ, ഇതുകൊണ്ട് തന്നെ അതായത് ആ ഇൻഫ്ലുവൻസ് ഓഫ് മോഡലാണ് സോഷ്യൽ ലേണിംഗ് തിയറിയുടെ മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ലേണിംഗ് നടക്കണമെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി പ്രൊപ്പോസ് ആൽബർട്ട് ബണ്ടൂരയാണ് എന്ന് പറഞ്ഞു. ലേണിംഗ് തിയറി അതായത് ലേണിംഗ് ബിഹേവിയർ എന്ന് വെച്ചാൽ അതായത് ഈ ലേണിംഗ് നടക്കുന്നത് മറ്റുള്ളവർ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതായത് സോഷ്യൽ മോഡലിംഗ് എന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആൽബർട്ട് ബണ്ടൂര എന്ന് പറഞ്ഞ വ്യക്തി അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അയാൾ ഒരുപാട് സ്റ്റഡീസ് നടത്താറുണ്ട്. ബണ്ടൂര ഈ സ്റ്റഡീസിൽ നമ്മളുടെ ഒരു കുട്ടിയുടെ കാര്യം, അതായത് എന്താ പറയുക, നമ്മൾ മെനി ഫോംസ് ഓഫ് ബിഹേവിയർ ഉണ്ടല്ലോ, സച്ച് ആസ് ഷെയറിങ് ആണെങ്കിലും അഗ്രഷൻ ആണെങ്കിലും കോപ്പറേഷൻ ആണെങ്കിലും സോഷ്യൽ ഇൻട്രാക്ഷൻ ആണെങ്കിലും ഡീൽ ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ, ഇതെല്ലാം മറ്റുള്ളവർ നോക്കിയിട്ടാണ് കുട്ടികൾ. വെൻ ചിൽഡ്രൻസ് വാച്ച് അതേഴ്സ് ദേ ലേൺ മെനി ഫോംസ് ഓഫ് ബിഹേവിയർ. ദേ ലേൺ ലോട്ട് ഓഫ് ഫോംസ് ഓഫ് ഒരുപാട് ബിഹേവിയറിൻ്റെ ഫോംസ്. അതായത് നമ്മൾ പാരൻറ്റ് ഭയങ്കര
അഗ്രസീവ് ആണെങ്കിൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അഗ്രസീവ് ആവാറുണ്ട്. ഷെയർ ചെയ്യുന്ന പാരൻസിന് ഒരുപാട് ഷെയർ ചെയ്യുന്ന കുട്ടികൾ വരും എന്നാണ് പറയുന്നത്. കോപ്പറേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ, ഡിലേ ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ. യു നോ വാട്ട് ദ മീനിങ് ഓഫ് ഡിലേ ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ? ഡിലേ ഓഫ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വെയിറ്റ് ചെയ്യുക ഒരു കാര്യത്തിന്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ. അതായത് ഇഡ് പറയും, നമുക്കറിയാം പേഴ്സണാലിറ്റി തിയറിയിൽ സിഗ്മണ്ട് ഫ്രോയിഡ് സൂപ്പർ ഈഗോ. അപ്പോൾ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ബിലോ 5 ഇയർ കുട്ടികൾക്ക് അല്ലെ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 3 ചോക്ലേറ്റ് എടുക്കാം. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചോക്ലേറ്റ് എടുക്കാം. അത് കുട്ടികൾ ഡിസൈഡ് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, അതായത് നിങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് 2-3 ചോക്ലേറ്റ് എടുത്തിട്ട് ഇപ്പോൾ വേണമെങ്കിൽ കഴിക്കാം. അതെല്ലാം നിങ്ങളൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ആണ് മതി മിഠായി വേണമെങ്കിൽ നിങ്ങൾക്ക് മിഠായി എത്ര വേണമെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അതിൽ അപ്പോൾ മനസ്സിലാക്കിയ കുറച്ച് ആ കുട്ടികളിൽ ബിലോ 5 ഇയർ കുട്ടികളാണ് ഈ സ്റ്റഡി നടത്തുന്നത്. ചില കുട്ടികൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്, ചില കുട്ടികൾ ഇമീഡിയറ്റ് ആയിട്ട് മിഠായി കഴിച്ചവർക്ക് ഈ മിഠായി ഇപ്പം മതി പിന്നെ വേണ്ട, മീൻസ് അവർക്കത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ സ്റ്റഡിയുടെ കൊഹോർട്ട് ടൈപ്പ് ഓഫ് റിസർച്ചാണ്. ഈ റിസർച്ചിൻ്റെ വേറൊരു സൈഡ് പറയുന്നത്, ഈ 18 ഇയേഴ്സ് ഓൾഡ് ഈ സെയിം കുട്ടികൾ റിസർച്ച് ചെയ്തപ്പോൾ ഈ വെയിറ്റ് ചെയ്തിട്ടുള്ള കുട്ടികൾ, ഡിലേ ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ഡിലേ ചെയ്ത കുട്ടികൾ ഹയസ്റ്റ് റേഞ്ചിൽ എത്തിയെന്നാണ് പറയണത്. അതായത് ഇമ്മീഡിയറ്റ് പ്ലഷറിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ സക്സസ് ആവാൻ സാധ്യത കുറവുണ്ടാവാം. ഉള്ള ക്യാമ്പസിൽ ഇപ്പോൾ പരീക്ഷ ഉണ്ട്, ക്യാമ്പസ് ക്ലാസ് കട്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ അല്ലെങ്കിൽ അവിടെ വേറൊരു പ്രോഗ്രാം നടത്തുന്നു, പെട്ടെന്ന് പരീക്ഷയ്ക്കാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാനൊക്കെയുള്ള പഠിക്കലാണ് ഇതിലൊക്കെ സ്റ്റഡീസിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കുട്ടികൾ പഠിക്കുന്നത് ഡിലേ ഗ്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ, കോപ്പറേഷൻ, അഗ്രഷൻ, ഷെയറിങ്, ഇത്തരത്തിലുള്ള മെനി ഫോംസ് ഓഫ് ബിഹേവിയർ ദേ ആർ ലേൺ ഫ്രം ദെയർ അതേഴ്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഇതിനെ ഒബ്സർവേഷൻ ലേണിംഗ് എന്ന് പറയുന്നത്. അതായത് ലേണിംഗ് അതായത് ഈ ലേണിംഗ് തിയറീസിന് വേറൊരു എക്സ്പെരിമെൻറ്റും പറയുന്നുണ്ട്, ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് ഒരു ക്ലാസിക് സ്റ്റഡിയാണിത്. അതായത് ഇമിറ്റേഷൻ ലേണിങ്ങിനെ കുറിച്ച് പറയാം. അതായത് അവരോട് ഒരു TV ഷോസിൽ കുട്ടികൾ കാണുകയാണ് ഒരു ഡോളിനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, മുമ്പ് ആ ഷോസിൽ വയലൻ്റ് ആയിട്ടുള്ള ബിഹേവിയർ പ്രസൻറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം ഈ കുട്ടികൾക്ക് എന്താ പറയുക, ഈ സെയിം കുട്ടികൾക്ക് ഇത് കണ്ടപ്പോൾ അവർ ഡോളിനെ കണ്ടപ്പോൾ തന്നെ ആ ഡോളിനെ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ എന്താ പറയുക ബോബോഡോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പെരിമെൻറ്റും കൂടി ഇതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ മോഡൽസ് എങ്ങനെയാണ് അതായത് ചെയ്യണമെങ്കിൽ അവരതുപോലെ തന്നെ ചെയ്യുന്നു. ഓക്കെ, മോഡലിൽ അവർ കാണുകയാണ് മറ്റൊരു ബിഹേവിയറിൽ. അപ്പം ആ ബിഹേവിയർ അതായത് അത് റിവാർഡാണെങ്കിൽ അവർ അതിനനുസരിച്ചിട്ട് ചെയ്യും. അതല്ല അതിന് പനിഷ്മെൻ്റാണ് റിവാർഡാണെങ്കിൽ അപ്പോൾ അവർ വായിച്ചതുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കുട്ടികളോടും നിങ്ങളോടൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങളെ ചെറിയ കുട്ടികൾ നിങ്ങൾ അവരുടെ മുമ്പിൽ നന്നായി പെരുമാറുക. കാരണം നിങ്ങൾ അനിയത്തി അല്ലെങ്കിൽ അനിയന്മാർ ഷൗട്ട് ചെയ്യണത് നിങ്ങൾ കാണുക, നിങ്ങൾ ചെയ്ത് അവർ കാണണമെങ്കിൽ അവർ അതേ സെയിം റിപ്പീറ്റ് ചെയ്യും. കാരണം നിങ്ങൾക്ക് ഷൗട്ട് ചെയ്ത് എന്താണോ കുട്ടികൾ നിങ്ങൾ കാണുന്നതാണ് ചെയ്യുക. അതുകൊണ്ട് ഈ സോഷ്യൽ ലേണിംഗ് തിയറീസ് നടക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഈ സോഷ്യൽ ലേണിംഗ് തിയറി നടക്കണമെങ്കിൽ ബേസിക്കായിട്ട് 3 കോർ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് പീപ്പിൾ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒബ്സർവേഷൻ ലേണിങ്ങിലുള്ളത്. അതായത് കുട്ടികൾ മനസ്സിലാക്കുന്നത് പീപ്പിൾ ലേൺ ത്രൂ ദി ഒബ്സർവേഷൻ ആണെന്നാണ് ഏറ്റവും. അതായത് ചിൽഡ്രൻസ് സ്റ്റഡി, അതായത് ബണ്ടൂർ സ്റ്റഡിയിൽ പറയണത് അഡൽട്ട് വയലൻ്റ്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. അത് ചിൽഡ്രൻ അതായത് ആ ബോഡോൾ എക്സ്പെരിമെൻ്റാണ് ഇതിന് മെയിനായിട്ട് പറയുന്നത്. അതായത് കുട്ടികളെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ അവർക്ക് ഡോള് കാണിച്ചു കൊടുക്കുന്നു. അവർ ഓട്ടോമാറ്റിക്കലി ആ ഡോളിനെ കണ്ടപ്പോൾ തന്നെ അതിനെ വയലൻ്റായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ബണ്ടൂര് പറയുന്നത് ഒരു മോഡൽ ഓഫ് ഒബ്സർവേഷൻ ലേണിങ്ങിൽ 3 കാര്യങ്ങളുണ്ട്. അതായത്
ലൈവ് മോഡലുണ്ട്. 3 ടൈപ്പ് മോഡൽസാണ് ഒബ്സർവേഷൻ. ഒന്ന് ലൈവ് മോഡൽ, എന്ന് വെർബൽ ഇൻസ്ട്രക്ഷൻ മോഡലും സിംബോളിക് മോഡൽ. ഓക്കെ, ലൈവ് മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലായിട്ട് കാണുക. വെർബൽ മോഡൽ എന്ന് വെച്ചാൽ എക്സ്പ്ലനേഷനാണ്, അങ്ങനെ നമ്മൾ ഉപദേശിക്കുന്നതാണ് വെർബൽ ഇൻസ്ട്രക്ഷൻ മോഡൽ. സിംബോളിക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിലിം, ടെലിവിഷൻ, ഓൺലൈൻ മീഡിയാസ്, അത് സിംബോളിക് മോഡൽസ്. അപ്പോൾ 3 ടൈപ്പ് മോഡലിങ് നടക്കുന്നത്. അത് നമ്മൾ പാരൻസ് എന്ത് ചെയ്യണോ ജീവിതത്തിൽ കാണുന്നത്, അതാണ് എന്ത് പറയണത് ലൈവ് മോഡൽസ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കുട്ടികൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്ന മോഡലിനെയാണ് വെർബൽ ഇൻസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. പിന്നെ സിംബോളിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ അവർ ടി വിയിലൊക്കെ കണ്ടുകണ്ട മോഡൽസ് എങ്ങനെ പെരുമാറുന്നത്, അത് അവർ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ബേസിക് ലേണിംഗ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ലേണിംഗ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇൻട്രസ്റ്റിക് റീഇൻഫോഴ്സ്മെൻറ്റ്. ഇൻറ്റേർണൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് മാത്രമല്ല നമ്മൾ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻട്രസ്റ്റിക് ഇൻഫോഴ്സ്മെൻറ്റ്, അതായത് ഇൻറ്റേർണൽ റിവാർഡ്, അതായത് നമ്മുടെ പ്രൈഡ്, നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ, സെൻസ് ഓഫ് കംപ്ലീറ്റ്, നമുക്ക് ഉള്ളിലുണ്ടാകുന്ന മനസ്സ്, അതുകൂടി നമ്മൾ ലേണിംഗ് ബാധിക്കുന്ന കാര്യമാണ്. അതായത് ഇൻറ്റേർണൽ തോട്ട്സ് ആൻഡ് കോഗ്നിഷൻസ് നമ്മൾ ലേണിംഗ് ആൻഡ് തിയറി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പറയുന്നത് നമുക്ക് തന്നെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറീസിനായിട്ട് നമ്മൾ ഇൻറ്റേർണൽ റീഇൻഫോഴ്സ്മെൻറ്റ്. ഓക്കെ, നമുക്ക് ആ പ്രൈഡ്, സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, അതൊക്കെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഫീലിംഗാണ്. അതാണ് ലേണിങ്ങിന് ഇൻഫ്ലുവൻസ് അടുത്ത ഭാഗം. പിന്നെ മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് നോട്ട് നെസസറി ടു ചേഞ്ച് ഇൻ ബിഹേവിയർ. എപ്പോഴും ലേണിംഗ് ചെയ്തുകൊണ്ട് ബിഹേവിയറിൽ ചേഞ്ചസ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ബിഹേവിയറിസ്റ്റ് ബിലീവ് ചെയ്യണത് ലേണിംഗ് ലെഡ് ടു ദി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്ന് പറയുന്ന കാര്യം എപ്പോഴും അതായത് പുതിയ ബിഹേവിയർ കാണാതെ തന്നെ ലേണിംഗ് ബിഹേവിയർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ലേണിംഗ് ഡസ് നോട്ട് നെസസറി ടു ലേൺ ചേഞ്ച് ഇൻ ബിഹേവിയർ. അപ്പോൾ നമ്മളിതിൽ പറഞ്ഞ ക്ലാസ്സിൽ ഒന്നുകൂടി വൈൻഡപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞത് സോഷ്യൽ ലേണിംഗ് തിയറീസ് എന്താണെന്നാണ്. ഓക്കെ, ഈ സോഷ്യൽ ലേണിംഗ് തിയറീസിൽ നമ്മൾ പറഞ്ഞത് ആൽബർട്ട് ബണ്ടൂരിയാണ്, അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് സോഷ്യൽ ലേണിംഗ് തിയറീസ്. ലേൺ ചെയ്യണമെങ്കിൽ മോഡൽസൊക്കെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ പാരൻസ് എന്ത് ചെയ്യണം, അവരുടെ പിയർ ഗ്രൂപ്പ്, അവർ ഒബ്സർവിങ് അതേഴ്സ് ചെയ്തിട്ടാണ് ലേണിംഗ് നടക്കുന്നത്. അതുപോലെ ലേണിംഗ് നടക്കുന്നത് മെയിൻ 3 കോൺസെപ്റ്റ് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അതായത് മോഡൽ ആൻഡ് ലേണർക്ക് ലേണിംഗ് പ്രോസസ്സ് സക്സസ്ഫുൾ ആണെങ്കിൽ 4 കാര്യങ്ങൾ ശരിക്കും വേണം. ഓക്കെ, സോഷ്യൽ ലേണിംഗ് 4 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 കാര്യങ്ങളെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ. അതായത് നമുക്ക് ലേണിങ്, അത് എഫക്റ്റീവ് ലേണിംഗ് ആവണമെങ്കിൽ 4 സിറ്റുവേഷൻ വന്ന് അറ്റൻഷൻ വേണം. അതായത് നമ്മൾ ഇൻ ഓർഡർ ടു ലേൺ അറ്റൻഷൻ ഈസ് നീഡഡ്. അതായത് നമ്മുടെ അറ്റൻഷൻ ഡിസ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്സർവേഷൻ ലേണിംഗ് നടക്കില്ല. അതായത് നമ്മൾ ന്യൂ ആസ്പെക്ട് സിറ്റുവേഷൻ കാണുമ്പോൾ ലൈക്ക് ടു ഡെഡിക്കേറ്റ് അവർ ഫുൾ അറ്റൻഷൻ ലേണിംഗ് ചെയ്യുക. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം. നമ്മൾ വെറുതെ നമ്മളത് അവർ ഒബ്സർവ് ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും നന്നായി പെരുമാറുന്നവരുണ്ടാവും, ചീത്തയായിട്ട് പെരുമാറുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പാരൻസിന് അതായത് ഫൈൻ പ്രിൻസ് എടുക്കാറെന്ന് പറയുന്നത് അറ്റൻഷൻ എങ്ങനെയാണ് അതിനെ കൊടുക്കണേ, ഫൈൻ പ്രിൻസ്. അതായത് ഒരു വ്യക്തിക്ക് ഗുണം ഉണ്ടാവും, ദോഷം ഉണ്ടാവും. നമ്മളതിനെ അതിൻ്റെ എങ്ങനെ നമ്മൾ എന്താണ് അറ്റൻഷൻ കൊടുക്കുക, അതിനെ എന്തെല്ലാം നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നത് അതിനനുസരിച്ചിരിക്കും ലേണിംഗ് നടക്കുക. അപ്പോൾ അറ്റൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അത് റീടെൻഷൻ എന്ന് പറയും. അതായത് റിറ്റൻഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറ്റൻഷനെ കൂടുന്ന സാധനങ്ങൾ നമ്മളത് കോഡ് ചെയ്ത് മെൻ്റൽ ഇമേജസ് ആക്കിയിട്ട് നമ്മളുടെ എന്താ പറയുക ആ ഇൻഫോർമേഷൻ ലേറ്റർ സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് തലയിൽ വയ്ക്കും, റീറ്റെയിൻ ചെയ്ത് വയ്ക്കുക. അത് റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ആ റീറ്റെയിൻ ചെയ്ത കാര്യം സിറ്റുവേഷൻസ് വരുമ്പോൾ വി ഹാവ് ടു റീപ്രൊഡ്യൂസ്. അതായത് നമുക്ക് അതാണല്ലേ ടൈം ബിഹേവിയർ, നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ലൈഫിലേക്ക് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ഫൈനൽ എന്ന് പറയുന്നത് മോട്ടിവേഷനാണ്. നമുക്കത് സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് ഇമിറ്റേറ്റ് ബിഹേവിയർ മോഡൽ റീഎൻഫോഴ്സ്മെൻറ്റ് പണിഷ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മോട്ടിവേഷനിൽ. അതായത് അത് വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് റീഎൻഫോഴ്സ്മെൻറ്റ്, അത് പണിഷ്മെൻറ്റും റീഎൻഫോഴ്സ്മെൻറ്റും ഉണ്ടെങ്കിൽ അത് നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും, സക്സസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ 4 കാര്യങ്ങളാണ് കണ്ടീഷൻ ഓഫ് എഫക്റ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അറ്റൻഷൻ, റീറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷൻ. ഓക്കെ, അറ്റൻഷൻ, റീറ്റൻഷൻ, റീപ്രൊഡക്ഷൻ, മോട്ടിവേഷനാണ് ഉള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ സോഷ്യൽ ലേണിംഗ് തിയറീസ് നമ്മൾ പഠിച്ചു എന്നാണ് ഇതിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.